ഇന്ന് സൺഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേന് അത് കപ്പയും മീനും ഒക്കെയാണ്. ഞാൻ കപ്പയൊന്ന് വേവിക്കാൻ വെച്ചു. കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് വൃത്തിയാക്കി മസാലയെല്ലാം പുരട്ടി ഒന്ന് കുറച്ച് നേരം പിടിക്കാനായിട്ട് അടച്ചു വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തിലോട്ട് അരപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തു. ഞാൻ ഇതിൻ്റെ അകത്തിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയ്ക്കകത്തിലോട്ട് വറ്റൽമുളകും കറിവേപ്പില ഉള്ളി എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിടുവേ. എന്നിട്ട് ആ എക്സ്ട്രാ വരുന്ന വെളിച്ചെണ്ണയും മുകളിലായിട്ട് ഒഴിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള ഇട്ടാണ് ഞാൻ ചെയ്തത്. കൊച്ചുള്ളിയാണ് ടേസ്റ്റ്. പിന്നെ കുറച്ച് കറിവേപ്പില നല്ലതുപോലെ ഇട്ടിട്ട് നമ്മുടെ കരിമീനെ എല്ലാം ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പൊള്ളിച്ചെടുക്കാനാണ്. അപ്പോൾ കുറച്ച് വാഴയില വേണമല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വാഴയാണ്, എന്നാലും ഞാൻ പോയി 2 വാഴയിലൊക്കെ മുറിച്ചിട്ട് വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ മസാല പൊള്ളിക്കാനുള്ള മസാലയെല്ലാം എൻ്റെ സൈഡിലായിട്ട് ഞാൻ റെഡിയാക്കുന്നുണ്ട്. വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ട് അരപ്പ് വെച്ചു, കരിമീൻ വെച്ചു, പിന്നെ മുകളിലായിട്ട് അരപ്പ് വെച്ചിട്ട് അതിനെ ഒന്ന് പൊതിഞ്ഞു. നമ്മുടെ വാഴയുടെ തന്നെ നാര് കൊണ്ടാണ് അതൊന്ന് കെട്ടി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അതെല്ലാം പൊതിഞ്ഞ് കെട്ടി വെച്ച് ഞാനതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ പൊള്ളിച്ചതെല്ലാം, കരിമീൻ പൊള്ളിച്ചതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം കപ്പ, മോര് കാച്ചിയത്, പിന്നെ കരിമീൻ പൊള്ളിച്ചത്. ഇതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും ഉണ്ടല്ലോ ഒരു ഇച്ചിരി മധുരക്കള്ളും കൂടെ വേണം. അതാണ് കോമ്പിനേഷൻ. അതില്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ ഇച്ചിരി കട്ടൻ ചായ ഇട്ടിട്ടുണ്ട്.